dear students. ഇന്ന് നമ്മളൊരു എക്സസൈസ് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും രണ്ട് സർക്കിൾസ് കണ്ടല്ലോ. പ്രോബ്ലം എന്താണ്? Here we draw two circles cross each other at the point A and B. Okay. Also P, Q are the end points of the diameter through A. Okay. അതായത് ഇവിടെ രണ്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സർക്കിൾസും എ ബി എന്നീ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അതുപോലെ ഈ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് പി എ എന്ന് പറയുന്നത്. അതുപോലെ വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എ ക്യൂ. ഓക്കെ, അതായത് പിയും ക്യൂവും ഈ ഡയമീറ്ററിൻ്റെ എയിൽ കൂടിയുള്ള ഈ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണെന്ന് പറയുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. പി ബി ക്യൂ ഇത് ഒരു ലൈനിലാണെന്ന് തെളിയിക്കണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എ ബി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. നെക്സ്റ്റ് പി ബി ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ബി ക്യൂവും ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി അല്ലേ? പി ബി എ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ക്യൂ ബി എ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും കിട്ടി. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ പറയാം? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു സ്മോളർ സർക്കിളിലുള്ള ആംഗിളാണ് അല്ലേ? ഒരു സൈഡ് എന്ന് പറയുന്നത് ഡയമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാം. ആംഗിൾ പി ബി എ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി ബി എ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി എ ബി ക്യൂ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും എ ക്യൂ ഡയമീറ്ററാണ്. അതുപോലെ ഈ വലിയ സർക്കിളിലുള്ള ഒരു ആംഗിളാണ് ഈ ആംഗിൾ, അതായത് ക്യൂ ബി എ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്തായിരിക്കും? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ, ദാറ്റ് ഈസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? ആംഗിൾ ക്യൂ ബി എ വിച്ച് ഈസ് ഓൾസോ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന്. 90 ഡിഗ്രി ആയതുകൊണ്ട് എന്താണ്? ഈ പി ക്യൂ ഇതൊരു ലൈനിലാണെന്ന് പറയാമല്ലോ. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ഇതൊരു ലീനിയർ പെയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ക്യൂ എന്ന് പറയുന്നത് ഒരു ലൈനിലാണെന്ന് പറയാം. പി കോമ ക്യൂ ആർ ഇൻ എ ലൈൻ. ഓക്കെ, ഇനി എ ബിക്ക് പെർപെൻഡിക്കുലറാണ് പി ക്യൂ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ബി എന്ന് പറയുന്ന പോയിൻറ്റും ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ബി ക്യൂ ഇത് മൂന്നും ഒരു ലൈനിലാണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈന് ഈ ചെറിയ സർക്കിളിൻ്റെ സെൻറ്റർ, അതായത് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ പി എ എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഈ പോയിൻറ്റിന് നമ്മൾ സം എക്സ് എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റ്. അതുപോലെ തന്നെ എ ക്യൂ എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ മിഡ് പോയിന്റ്, ഈ പോയിൻ്റാണ് എന്ത്? ഈ വലിയ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പോയിന്റിന് നമ്മൾ വൈ എന്നും കൊടുക്കുന്നു. ഈ രണ്ട് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ നമ്മളിതിനെ ജോയിൻ ചെയ്യാണ്. നമുക്ക് തെളിയിക്കേണ്ടത് ഇതാണ്. എക്സ് വൈ എന്ന് പറയുന്നത് ഈ പി ക്യൂവിന് പാരലലുമാണ്. അതുപോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ പകുതിയുമാണെന്നാണ് തെളിയിക്കേണ്ടത്. നമുക്ക് എന്തറിയാം? ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് അതർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്. അതായത് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത് തേർഡ് ലൈനിന് പാരലലും ആയിരിക്കും. അതുപോലെ ആ തേർഡ് ലൈനിൻ്റെ ഹാഫും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടി അല്ലേ?
അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഈ ലൈനിൻ്റെ പകുതിയാണ് അല്ലേ? ഹാഫ് പി ക്യൂ ആണെന്ന് പറയാം. പി ക്യൂ. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ലൈൻ പാരലൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ആൻസർ കിട്ടി. ഇനി ഇതിനെ തിരിച്ചും പറയത്തില്ലേ? പി ക്യൂ ഈസ് ഈക്വൽ ടു 2xy. അതായത് എന്താണ്? പി ക്യൂ എന്ന് പറയുന്നത് ഈ എക്സ് വൈ എന്ന് പറയുന്ന ലൈനിൻ്റെ മടങ്ങാണ്, 2 മടങ്ങാണെന്നും പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇവിടെ 2 സർക്കിൾസ് കാണുന്നുണ്ട് അല്ലേ? എ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സിയും ബി സിയും ഈക്വൽ ആണ്. ഓക്കെ, ഈ സർക്കിൾസ് ഡ്രോൺ ചെയ്തിരിക്കുന്നത് എ സി ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. അതുപോലെ ബി സി ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിളും വരച്ചിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഈ 2 സർക്കിളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നു. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. എ ഡി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും ഇനി സി ഡി ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും കിട്ടി. ഓക്കെ, ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള ആംഗിളാണ്. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഡയമീറ്ററും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ എ ഡി സി വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് കിട്ടി. അതുപോലെ സി ഡി ബി എന്ന് പറയുന്ന ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലേ? ഇതും എന്താണ്? ഈ ഒരു സർക്കിളിലുള്ള ആംഗിളാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സർക്കിളിലുള്ള ആംഗിളാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് എന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ? സൈഡ് ഡയമീറ്റർ ആയിട്ടാണ് നമ്മൾ ഈ സർക്കിൾ വരച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതും 90 ഡിഗ്രി ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ബി ഡി സി വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി ഡി സിയും 90 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റിൽ കൂടിയാണ് ഈ 2 സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് ഡി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് ആണെന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള 2 സൈഡ്സ് ഡയമീറ്ററായി നമ്മൾ 2 സർക്കിൾസ് വരച്ചാൽ ആ 2 സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അതായത് ഡി അതിൻ്റെ 3rd സൈഡിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും അഥവാ മധ്യബിന്ദു ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇഫ് വി ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 end points of the diameter of the semicircle, then we have to prove that the area of this blue and red crescents is equal to the area of this triangle. Okay, ഇത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. ഈ ബ്ലൂ ആൻഡ് റെഡ് ക്രെസൻസ് ഈ ഒരു ഇത്രയും ഭാഗം, അതായത് ഈ ഭാഗവും ഇത് രണ്ടിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയോട് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റിൽ നിന്നും ഈ ഒരു സെമി സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ആംഗിളാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾസിൻ്റെ സെമി സർക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറയാം. 90 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr². ഓക്കെ, ഈ ഒരു ഹാഫ് സർക്കിൾ സെമി സർക്കിളിൻ്റെ ഏരിയ നമ്മൾ എടുക്കുകയാണ്.
ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹാഫ് പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ പകുതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് പൈ ഇൻറ്റു എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 which is equal to 1/8 into pi into a b square. ഇങ്ങനെ കിട്ടിയല്ലോ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ. ഇനി എ സി ആസ് ഡയമീറ്റർ. എ സി ഡയമീറ്റർ ആയിട്ട് വരുമ്പം ഏരിയ എന്തായിരിക്കും? ഹാഫ് പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? എ സി ബൈ 2 ആണ്. എ സി ആണ് ഡയമീറ്റർ. അപ്പം എ സിൻ്റെ പകുതിയാണ് റേഡിയസ് ആയിട്ട് വരിക. അപ്പോൾ ഹാഫ് പൈ ഇൻറ്റു എ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/8 ഇൻറ്റു പൈ ഇൻറ്റു എ സി സ്ക്വയർ. Okay, next the area of the semicircle with the BC as diameter. BC as diameter. Area എന്തായിരിക്കും? Which is equal to half pi r എത്രയായിരിക്കും? ബി സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ബൈ 2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു പൈ ഇൻറ്റു ബി സി സ്ക്വയർ. ഇത് നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു. ഇത് ഇക്വേഷൻ 2 ആൻഡ് ദിസ് വൺ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഇത് ഇക്വേഷൻ 1, അതായതാണ് എ ബി ആസ് ഡയമീറ്റർ വരുന്നതാണ് ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 2 ആൻഡ് ഇത് ഇക്വേഷൻ 3. ഇനി നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ 2 പ്ലസ് 3 ചെയ്യാണ്. വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1/8 ഇൻറ്റു പൈ ഇൻറ്റു എ സി സ്ക്വയർ. ഓക്കെ, ദറ്റ് ഈസ് 1/8 പൈ എ സി സ്ക്വയർ പ്ലസ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എത്രയാണ്? 1/8 പൈ ബി സി സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്താ എടുക്കാം? 1/8 പൈയും കോമൺ ആണ്, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. വിച്ച് ഇംപ്ലൈസ് 1/8 പൈ into AC square plus BC square. ഇത്രയും കിട്ടിയല്ലോ. AC square plus BC square ഇത് എത്രയാണ് നമുക്ക് കിട്ടണം? ഇവിടെ AC എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. BC എന്ന് പറയുന്നത് ഈ ലെങ്ത്തുമാണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ പൈതഗോറസ് ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/8 പൈ ഇൻറ്റു എ ബി സ്ക്വയർ. ഈ സെമി സർക്കിൾ എ സി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിൻ്റെ ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിൻ്റെയും ഏരിയനോട് ഈക്വൽ ആണ് എന്ത്? എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ
ഈ ഒരു പോർഷന് നമ്മൾ പി എന്ന് പേര് കൊടുക്കുന്നു. ഇത് ക്യൂ, ഇത് ആർ, ആൻഡ് ദിസ് വൺ ഈസ് എസ്, ആൻഡ് ദിസ് വൺ ഈസ് വൈ. ഓക്കെ, ഇങ്ങനെ നമ്മളതിന് പേര് കൊടുക്കുന്നു. അതായത് ഇത് പി, ആർ, എസ്, ക്യൂ, ആൻഡ് ദിസ് ഈസ് വൈ. നമ്മളിങ്ങനെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എ സി ഡയമീറ്ററുമായിട്ട് വരുന്ന ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ അതെന്ന് പറയുന്നത് എന്താണ്? എസ് പ്ലസ് ആർ ആണ് അല്ലേ? ഈ ഒരു പോർഷൻ പ്ലസ് ഈ ഒരു പോർഷനും കൂടി കൂടുമ്പോഴാണ് ഈ സെമി സർക്കിൾ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് എസ് പ്ലസ് ആർ പ്ലസ് ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് ക്യൂ പ്ലസ് വൈ ആണ്. ക്യൂ പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ സെമി സർക്കിളിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ. പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ്, ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും സമത്തിനപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ടായി പോകും അല്ലേ? ഈ ക്യൂവും കട്ടായി, ബാക്കി ഈ ആറും കട്ടായി. ബാക്കി എന്തുണ്ട്? എസ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു പി. ഓക്കെ, അതായത് യെസ്, ഈ ഒരു ബ്ലൂ ക്രസൻറ്റ്, ഈ എസ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ റെഡ് ക്രസൻറ്റ്. ഈ റെഡ് ക്രസൻറ്റും അത് ഈക്വൽ ആണ് എന്തിനോട്? പി എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതായിരുന്നു, ഈ ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയനോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി.